എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാര്യം ഇന്നലെ നമ്മളൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, എന്താണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിശേഷങ്ങൾ നമ്മൾ ഓരോ ദിവസം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിക്കാൻ പോകുന്നത് 1-2 ദിവസം മുമ്പ് നമ്മുടെ മലയാള സിനിമാ താരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ നടിയായ ഐശ്വര്യലക്ഷ്മി ഒരു പുതിയ വാഹനം വാങ്ങിയിരുന്നു. വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള റേഞ്ച് റോവറിൻ്റെ ഇവോക്ക് എന്ന് പറയുന്ന വാഹനമാണ് വാങ്ങിയിരിക്കുന്നത് ഐശ്വര്യലക്ഷ്മി. അപ്പോൾ ആ ഇവോക്കിൻ്റെ വിശേഷങ്ങൾ എന്താണ്, നായിക എന്തുകൊണ്ട് ആ വാഹനം തിരഞ്ഞെടുത്തു, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അപ്ഡേഷൻ വന്നപ്പോൾ 2023 നിന്ന് 24 എഡിഷനിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് കമ്പനി ആ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിനകത്ത് ആ നടി അത് ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടിരുന്ന് കാണുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിനകത്ത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തുവായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ച് നമുക്ക് ആദ്യമേ പറഞ്ഞു തുടങ്ങാം. ഐശ്വര്യലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ നടികളിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി എന്ന് പറയുന്നത്. തമിഴ് സിനിമയിലും ഒക്കെ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ വിക്രത്തിൻ്റെയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിലേക്ക് നായികയായിട്ട് അഭിനയിച്ചതാണ്. അതുകൂടാതെ ഞണ്ടുകളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സിനിമയിലൂടെയാണ് ഈ ഐശ്വര്യലക്ഷ്മി എന്ത് ചെയ്യുന്നത് തൻ്റെ സിനിമാ പ്രവേശനം നടത്തിയിരിക്കുന്നത്. പിന്നീട് ടോവിനോ തോമസിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മറ്റ് മലയാളത്തിലെ ഫഹദ് ഫാസിലിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റ് മലയാളത്തിലെ പ്രമുഖ നായകന്മാരോടൊപ്പം എല്ലാം ഐശ്വര്യലക്ഷ്മി അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകളിലെല്ലാം അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിപ്പോൾ അതൊന്നുമല്ല, ആ വിശേഷങ്ങൾ സിനിമാപരമായ വിശേഷങ്ങളൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാലും ഐശ്വര്യലക്ഷ്മി എന്ന് പറയുന്ന നടിയുടെ വാഹനമായതുകൊണ്ട് അവരുടെ ഒരു ബേസിക്കായുള്ള കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവർ വാങ്ങിയിരിക്കുന്ന വാഹനം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവോക്കിൻ്റെ 2024 മോഡലാണ് വാങ്ങിയത്. റേഞ്ച് റോവറിൻ്റെ ഒരു റേഞ്ച് റോവറിൻ്റെ മോഡൽസിൻ്റെ ഏറ്റവും ലോകപ്രശസ്തമായ ഒരു മോഡലാണ് ഇത് ഇവോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ 2024 മോഡൽ ഇപ്പോൾ കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചതേ ഉള്ളൂ. അവതരിപ്പിച്ച ഉടനെ തന്നെ താരം അത് ബുക്ക് ചെയ്യുകയും അത് വാങ്ങുകയും ചെയ്തു. മലയാള സിനിമാ താരങ്ങളിൽ ആദ്യമായിട്ട് ഈ ബ്രിട്ടീഷ് ആഡംബര ഭീമൻ്റെ വാഹനം വാങ്ങിയ താരമാണ് ഐശ്വര്യലക്ഷ്മി എന്ന് പറയുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചാൽ അതിൻ്റെ വില തന്നെയാണ്. 67.90 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസാണ് കൊച്ചിയിലെ. അതോടൊപ്പം തന്നെ ഇത് ഓൺ റോഡ് ആയിട്ട് കൊച്ചിയിൽ ഇറങ്ങണമെങ്കിൽ 86.64 ലക്ഷം രൂപ ചിലവാകും. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ തന്നെ രജിസ്ട്രേഷനാണ്. ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ടാക്സാണ്. രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ 15 ലക്ഷം രൂപ ആ വാഹനത്തിന് പേയ്മെൻറ്റ് നൽകിയിരിക്കണം. അതുകൂടാതെ ഇൻഷുറൻസിന് 2.85 ലാക്ക് ചിലവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കയറി ഓൺ റോഡ് ടാക്സ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കയറി വരുമ്പോഴാണ് ഈ 86 എന്ന് പറയുന്ന ഒരു റൗണ്ടിലേക്ക് ഈ വണ്ടിയുടെ വില എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ട്രൈബെക്ക ബ്ലൂ എന്ന് പറയുന്ന കളറാണ് ഐശ്വര്യലക്ഷ്മി വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലെ മുത്തൂറ്റിൻ്റെ ഷോറൂമിൽ നിന്നാണ് വാഹനം ഐശ്വര്യലക്ഷ്മി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി അവസാനമാണ് ഈ വാഹനം ഇന്ത്യയിൽ റേഞ്ച് റോവറിൻ്റെ കീഴിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനായിട്ടുണ്ട്. ഈ പെട്രോൾ 2 വേരിയൻറ്റിലും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇവോക്കിൻ്റെ ഡീസൽ എഞ്ചിൻ മോഡലാണ് അതായത് നമ്മുടെ ഐശ്വര്യലക്ഷ്മി വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മോഡലിൻ്റെ പേര് വെച്ചാൽ ഡൈനാമിക് SE എന്നാണ്. ഇതിൻ്റെ ഡീസലിൻ്റെ ഡൈനാമിക് SE എന്ന് പറഞ്ഞ ഇവോക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 11.4 ഇഞ്ച് കർവ്ഡ് സ്ക്രീനുണ്ട്, ഹീറ്റഡ് സീറ്റുകളുണ്ട്, ക്യാബിൻ എയർ പ്യൂരിഫയർ ഉണ്ട്, 3D സറൗണ്ട് വ്യൂ നൽകുന്ന ക്യാമറ സിസ്റ്റം ഉണ്ട്. പിന്നീട് ക്ലിയർ സെറ്റ്, ഗ്രൗണ്ട് വ്യൂ ആൻഡ് റിയർ വ്യൂ മിറർ ഫംഗ്ഷനാലിറ്റി ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സിന് 2.0 ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിനാണ് ഇവോക്കിനകത്ത് ഈ 2024 ലാൻഡ് റോവർ നൽകിയിരിക്കുന്നത്. പെട്രോളിനകത്ത് 247 BH പവറും 365 Nm ടോർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ 201 BHP പവറും 430 Nm ടോർക്കുമാണ് ഡീസലിനകത്ത് നൽകിയിരിക്കുന്നത്. ഡീസൽ മോഡലിന് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ മോഡലിനകത്ത് ട്രാൻസ്മിഷനായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ വൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റേഞ്ച് റോവറുകൾക്ക് നൽകുന്ന അതേ സമാനമായ ഗ്രില്ലുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതിന് മുമ്പത്തെ ഇവോക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റീഡിസൈൻ ചെയ്ത LED റണ്ണിംഗ് ലാമ്പുണ്ട്. പിന്നീട് സൂപ്പർ സ്ലിം LED ഹെഡ് ലാമ്പുകളുണ്ട്. പിന്നീട് റെഡ് ബ്രേക്ക് കാലിപ്പറുകൾ,
അലോയ് വീലുകൾക്ക് പുതിയ 10 സ്പോക്ക് ഡിസൈൻ എന്നിവയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ ആഡംബര വാഹനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സെൻട്രൽ കൺസോൾ നല്ല വൃത്തിയുള്ള രീതിയിലാണ് സെൻട്രൽ കൺസോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ ഗിയർ ഷിഫ്റ്റർ നൽകിയിട്ടുണ്ട്. ഹീറ്റഡ് ആൻഡ് കൂൾഡ് സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നീട് കോൺഫിഗർ ചെയ്യാൻ കഴിയുന്ന ക്യാബിൻ ലൈറ്റിങ്ങും ഇതിനകത്ത് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞു 3D സറൗണ്ട് സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ അത്തരത്തിൽ പിന്നീട് ഹൈബ്രിഡ് ഇലക്ട്രിക്കാണ് ഇത്. റേഞ്ച് ഓവർ യോക്കിന് മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് അല്ലെങ്കിൽ MHEV പെട്രോൾ ഡീസൽ എഞ്ചിൻ ഒരുക്കിയതിന് കാര്യക്ഷമയും പെർഫോമൻസും ഒക്കെ ഇതിനകത്ത് കൂടുതലായിരിക്കും. പിന്നീട് ബെൽറ്റ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ സാങ്കേതികവിദ്യ ബ്രേക്കിംഗ് സമയത്ത് വേഗത കുറയുമ്പോഴും ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇന്ധനം ലാഭിക്കുന്നതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്. 48V ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുവരെ തന്നെയായാലും വ്യത്യസ്തമായൊരു വാഹനം തന്നെയാണ് ഐശ്വര്യലക്ഷ്മി വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കളറൊക്കെ തന്നെയാണ്, കളർ കോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ, ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ ന്യൂസ്, ചിലപ്പോൾ ഒന്നിലധികം ന്യൂസസ് ചിലപ്പം ഉണ്ടായേക്കാം. എന്തായാലും മാക്സിമം ഞാൻ മിനിമം ഞാൻ ഒരു വീഡിയോ എങ്കിലും ദിവസം ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളിലേക്ക് പുതിയ പുതിയ വാഹന ലോകവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എന്നെ അറിയിക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.